ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1-2 മാസമായി വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ. എന്റെ കുടുംബത്തിൽ തന്നെ വളരെ പ്രയാസകരമായ ഒരു രോഗം. 2-3 ഡോക്ടർമാർ അവരിപ്പോ ഇത് കേൾക്കുന്നുണ്ടല്ലേ, അവരും കേൾക്കുന്നുണ്ട്, അവരിവിടെ വന്നിട്ടുണ്ടല്ലേ. എന്റെ പുറക്കാരത്തി തന്നെ, വേറെ ആരുമല്ല. വളരെ പ്രയാസകരമായി. അത് ഗർഭപാത്രം മുഴുവൻ എടുക്കണം, എടുത്തു കഴിഞ്ഞാലും ഓപ്പറേഷൻ ചെയ്യണം. അത് മാരകമായ രോഗങ്ങളിലേക്ക് എത്തിപ്പോയി എന്ന രൂപത്തിൽ ഞാനും എന്റെ ഭാര്യ ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ആ റിപ്പോർട്ടുകളൊക്കെ കാണുന്നത്. വളരെ പ്രയാസം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. പല മഹാന്മാരെയും സാദാത്തുക്കളെയും കണ്ട് നമ്മൾ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഓലമുണ്ട് ഉസ്താദിനെ കണ്ട് വിഷമം പറഞ്ഞു. അതിന്റെ ഇടയിൽ മഹാനായ സ്വാലിഹ് ഉസ്താദിനെ കഴിഞ്ഞ വ്യാഴാഴ്ച അല്ല, അതിന്റെ മുമ്പത്തെ വ്യാഴാഴ്ച നമ്മുടെ പുരയിൽ വന്ന സമയത്ത് പറയും, എന്നോട് പറഞ്ഞു ഒക്കെ ഞാൻ പറയാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നാളെ മറ്റന്നാൾ ടെസ്റ്റ് വേണ്ട, ഒരാഴ്ച ടെസ്റ്റ് നീട്ടണം. ഉസ്താദിന്റെ മുമ്പ് തന്നെ ഇതെന്തിന് പറയുന്നു, മനസ്സിന്റെ ഒരു സന്തോഷം കൊണ്ട് പറയുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു 10 മണിക്കൂർ നീണ്ട ഒരു മന്ദിരമുണ്ട്, ഒരു റിയാദിന്റെ ഒരു മന്ദിരമുണ്ട്, അതിന് കുറച്ച് സമയം വേണം, പെട്ടെന്നൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, അത് ഞാൻ മന്ത്രിച്ചിട്ട് തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഒരാഴ്ച ആ ടെസ്റ്റ് അങ്ങോട്ട് നീട്ടി. എങ്ങനെ മാറൂല എന്ന് ഉറപ്പിച്ചതാണ്. കാരണം എല്ലാ ഡോക്ടർമാരും ആ രൂപത്തിലാണ് റിപ്പോർട്ട് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. ഒരു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തിങ്കൾ മഹാനായ ഉസ്താദ് തന്നെ തിങ്കളാഴ്ച എന്നോട് വിളിച്ചിട്ട്, നമുക്ക് പിന്നെ ദിവസം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, എന്നോട് പറഞ്ഞു മുഹമ്മദ് അലി റിയാദിന്റെ മന്ദിരല്ലായി എന്ന് പറഞ്ഞു. അത് മുഴുവനായി. ഞാൻ വല്ലാത്ത ബേജാറിലുണ്ട്. എന്റെ കുടുംബം മുഴുവൻ ബേജാറിലുണ്ട്. എന്റെ പെങ്ങളെ ഭർത്താവ് ഇവിടെ ഉണ്ട്, അവരുടെ വലിയ ബേജാറിൽ. കാരണം അത് മാരകമായ രോഗത്തിലേക്ക് അങ്ങനെ പറയുമ്പോൾ അത് ഇന്ന് അതും എത്ര 1.5 സെന്റിമീറ്റർ 3 അത് 5 അത് 7.5 എത്തി ഡേഞ്ചർ പൊസിഷൻ. ഉസ്താദ് പറഞ്ഞു മന്ദിരം റെഡിയായി, എല്ലാം റെഡിയായി. ഞാൻ പറഞ്ഞു ഞാൻ സൗദിയിൽ വരണ്ട, കല്ലെടുക്കത്തി ഞാൻ വരാനുണ്ട് ഒരു കുത്തുബിയത്തിന്, നീ അവിടെ ആളയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം അവിടെ ആളയച്ചു. 5 മണിക്ക് എന്നോട് പറഞ്ഞു 2 ദിവസം മുഴുവനും കുടിച്ചോ, അത് തുപ്പിറ്റ് പോകുന്നു പറഞ്ഞു. എന്നോട് അങ്ങനെ പറഞ്ഞു, അത് തുപ്പിറ്റ് പോകുന്നു. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അവരെ നാവില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദിക്ർ ചെയ്യുമ്പോൾ അല്ലാഹു അങ്ങോട്ട് കാണിച്ചു. എന്നോട് പറഞ്ഞ വാക്കാണ്, എന്ത് ബേജാറാവണ്ട, ഡോക്ടർമാരെ കാണിച്ചോളി. ഞാൻ പറഞ്ഞു UT ഇഫ്തിഖാറിന്റെ ഭാര്യയുണ്ട് മറിയം മഞ്ജും, അവളാണ് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റ്. നമ്മുടെ നൂജി യൂസുഫ് മദ്രസാന്റെ കെയറോപ്പിൽ, സൈൻ ഉസ്താദിന്റെ കെയറോപ്പിൽ എന്ന് ഞാൻ പറഞ്ഞു. അത് തുപ്പിറ്റ് പോകും, ടെൻഷനാക്കേണ്ടത് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനിയാണ് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഡോക്ടറെ അടുത്ത് പോയി പരിശോധന നോക്കുമ്പോൾ 1 പരിശോധന 2 പരിശോധന 10 മണിക്ക് വൈകുന്നേരം 4 മണി വരെ ഒന്നും വേണ്ടുന്ന രീതിയിലുള്ള റാഹത്ത് കാണുന്നില്ല. 4 മണി കഴിഞ്ഞിട്ട് രണ്ടാമതൊരു റീടെസ്റ്റ് നടത്തിയിട്ട് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് പറഞ്ഞു. എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്, അതിന്റെ കല പോലും അടയാളം പോലും ഇല്ല. ഉസ്താദിനോട് പറയും, ഉസ്താദ് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അത് തുപ്പിറ്റ് പോകുന്നു പറഞ്ഞില്ലേ, അത് തുപ്പിറ്റ് അങ്ങോട്ട് പോകുന്നു പറഞ്ഞില്ലേ. അൽഹംദുലില്ലാഹ്. ഇതൊരു അനുഭവമാണ്. ഇങ്ങനത്തെ മഹാന്മാരാണ് നമുക്ക് ധൈര്യം, ഇങ്ങനത്തെ മഹാന്മാരാണ് അശ്ശരിയക്ക് ധൈര്യം, ഇങ്ങനത്തെ മഹാന്മാരാണ് നമ്മുടെ കുടുംബത്തിന് ധൈര്യം, ഇങ്ങനത്തെ മഹാന്മാരാണ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ധൈര്യം, ഇങ്ങനത്തെ മഹാന്മാരാണ് നമ്മുടെ സമുദായത്തിന് സ്നേഹം. അവരെ നമ്മൾ പിടിച്ചാൽ, അവരെ പിൻപറ്റി ജീവിച്ചാൽ പിന്നെ നമുക്കൊരു വിദഗ്ധ വേണ്ട, ഒരു കള്ളത്തൊരീക്കത്ത് വേണ്ട, പിന്നെ ആലിമീങ്ങളെ പറയുന്ന ഒന്നും വേണ്ട. ഇവരെ തന്നെ മതി. മുരീദി തമസ്സക് ബി ഫകുൻ ബി അബാദിക